राधा माधव कुंज विहारी गोपी जनवल्लभा गिरिवरधारी गोपी जनवल्लभा गिरिवरधारी यशोदानन्दना व्रज जनरञ्जना यशोदानन्दना व्रज जनरञ्जना यमुना तीरावनचारी जय राधा माधव कुंज विहारी जय राधा माधव कुंज विहारी गोपी जनवल्लभा गिरिवरधारी गोपी जनवल्लभा गिरिवरधारी यशोदानन्दना व्रज जनरञ्जना यशोदानन्दना व्रज जनरञ्जना यमुनतीरावनचारी जय राधा माधव कुंज विहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे
विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर सदश्री श्रीमद अभय चरणारविंद भक्ति वेदांत स्वामी शील प्रभुपाद की जय ओम विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर सदश्री श्रीमद शील भक्ति सिद्धांत सरस्वती महाराज प्रभुपाद की जय। नंद कोटि वैष्णव वृंद की जय। नामाचार्य श्री हरदास ठाकुर की श्रीमद भगवद गीता की जय। निताई गौर प्रेमानंदे। ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 14 ശ്ലോകം 5. 14-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതസംഭവാ നിപത്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതിസംഭവാ നിബ്ധനന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതിസംഭവാ നിപത്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഗുണാ പ്രകൃതിസംഭവാ നിപത്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഗുണ പ്രകൃതി സംഭവ നിപത്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. പ്രകൃതി സംഭവ നിപത്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. സത്വരജസ്തമൈതി ഗുണാ പ്രകൃതി സംഭവാ നിപത്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. പ്രകൃതി സംഭവാ മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഗുണാ പ്രകൃതി സംഭവ നിപത്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഗുണാ പ്രകൃതി സംഭവ നിപത്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവ നിപത്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഇതി ഗുണാ പ്രകൃതി സംഭവ മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവ മഹാബാഹോ ദേഹിനമവ്യയം.
ശബ്ദാർത്ഥം. മഹാബാഹോ, ഹേ മഹാബാഹോ, സത്വം, സത്വം, രജഃ, രജസ്, തമഃ, തമസ്, ഇതി എന്നിങ്ങനെ പ്രകൃതി സംഭവാഹ, പ്രകൃതിജന്യങ്ങളായ ഗുണാഹ, ഗുണങ്ങൾ, ദേഹേ, ഈ ദേഹത്തിൽ, അവ്യയം, അവ്യയനായ, ദേഹിനം, ദേഹിയെ, ജീവാത്മാവിനെ, നിബധ്നന്തി, ബന്ധിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം. കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ ശീല പ്രഭുപാദ കി ജയ്. വിവർത്തനം. ഹേ മഹാബാഹുവായ അർജുന, 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. സത്വം, രജസ്, തമസ്. ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതി സംയോഗം ഉണ്ടാവുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബദ്ധനാകുന്നു. ഭാവാർത്ഥം. അഭൗതികനാകയാൽ ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. എങ്കിലും ഈ ഭൗതിക ലോകത്തിൽ ബദ്ധനായി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വ്യാമോഹിതനായ അത് പ്രവർത്തിച്ചു പോരുന്നു. വിവിധ തരത്തിലുള്ള ശരീരങ്ങളാണിവ കുടികൊള്ളുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ വിഭിന്ന ഭാവങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു. വൈവിധ്യമാർന്ന സന്താപങ്ങൾക്കും സന്തോഷങ്ങൾക്കും കാരണം ഇതാണ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദതാന്തിഷ്ടപദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹനലിതാൻ ശ്രീദാവിശാഖാൻ വിദാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിലെ 14-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം, അത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ പറ്റിയാണ് ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ ഒരു അധ്യായത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരസ്ഥനായ എല്ലാ ജീവാത്മാക്കളും 3 ഗുണങ്ങളാൽ ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പം അതിൽ നിന്ന് ഗുണങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാൻ സാധിക്കുമെന്നും അങ്ങനെ ഒരു വ്യക്തി ആ ഗുണങ്ങളുള്ള വ്യക്തികളുടെ സ്വഭാവങ്ങൾ എന്താണെന്നതിനെ പറ്റിയൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ ലൈൻ തന്നെ ശ്രീലപ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അഭൗതികനായാൽ ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആത്മാവെന്ന് പറയുന്നത് ഒരിക്കലും ഭൗതികമായിട്ടുള്ളൊരു വസ്തുവല്ല. അപ്പം അതുകൊണ്ട് ഈ ത്രിഗുണങ്ങളും നമ്മളുടെ റിലേഷൻ വരുന്നത് എങ്ങനെയാണ്? ശരീരം കൊണ്ടാണ്. നമ്മൾ ശരീരം കൈക്കൊണ്ടത് കൊണ്ടാണ് നമുക്ക് ഗുണങ്ങളായിട്ട് നമുക്കുള്ള ആ ഒരു കണക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് സുഖം ദുഃഖം എന്നൊക്കെ നമ്മൾ കാണുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു റിലേറ്റീവാണ്. നമുക്ക് ഒരു വ്യക്തിക്ക് സുഖം തോന്നാം, വേറൊരു വ്യക്തിക്ക് ദുഃഖമായിട്ട് തോന്നാം. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ജീവാത്മാവിന് ഒരിക്കലും ഈ ഭൗതിക പ്രകൃതിയായിട്ട് ഡയറക്റ്റായിട്ടുള്ളൊരു കോണ്ടാക്ട് വരുന്നില്ല. നമുക്കറിയാം, നമ്മൾ ഭഗവാനെ മറന്നത് കൊണ്ടാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഭഗവാൻ നിന്ന് എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ആണ് നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്തിലൂടെ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ഈ ജീവാത്മാവിന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശരീരവുമാണല്ലോ. അപ്പോൾ ആ ശരീരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് അല്ല. നമ്മൾ ഇപ്പം നമ്മൾ ആത്മീയ ലോകത്തിലാണെങ്കിലും ഭൗതിക ലോകത്തിലാണെങ്കിലും നമ്മൾ ഭഗവാന്റെ ശക്തിയുടെ അണ്ടറിലാണ്. അപ്പോൾ ആത്മീയ ലോകത്തിലാണ് ഭഗവാന്റെ ആത്മീയ ശക്തിയുടെ കീഴിലാണ്, പക്ഷേ ഭൗതിക ലോകത്തിലാണെങ്കിൽ ഭഗവാന്റെ ഭൗതിക ശക്തിയുടെ കീഴിലാണുള്ളത്. അപ്പോൾ ഈ ഭൗതിക ശക്തിയുടെ കീഴിൽ വരുന്ന ഈ ജീവാത്മാക്കൾക്ക് അവർ ഈ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാൽ എപ്പോഴും നമുക്ക് ഓരോ നിമിഷവും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൗതിക പ്രകൃതി നമ്മുടെ മുകളിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നും വളരെ ശാന്തമായിട്ട് നമ്മളിരിക്കും, ചില സമയത്ത് നമുക്ക്
ചിലപ്പോൾ ഒരു ഇതുണ്ടാവും, മാത്സര്യത ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് ഭയങ്കര അലസത നമുക്ക് തോന്നും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഗുണങ്ങളുടെ പ്രഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സമയം അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ എല്ലാവരും സത്വഗുണത്തുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ കാലക്രമേണ സൂര്യൻ ഉദിച്ച് അസ്തമിക്കും വരുന്നതോറും പിന്നെ രജോ ഗുണവും പിന്നെ തമോ ഗുണമായിട്ടാണ് പോകുന്നത്. അപ്പം ഈ 3 ഗുണങ്ങളുടെ കീഴിലൊരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും പരിശുദ്ധ ഭക്തിയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ 3 ഗുണങ്ങളെ അതിക്രമിച്ചാൽ മാത്രമേ വരാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സത്വഗുണത്തിലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ അദ്ദേഹം ചിന്തിക്കുന്ന എന്താണ്, ഇപ്പോൾ എനിക്കെല്ലാം അറിയാം എന്നുള്ളൊരു അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടാവും. എനിക്ക് ഒരുപാട് ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്, അല്ലേ, നമുക്ക് സഹായങ്ങളും ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നൽ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാവും. അപ്പം അതൊരു രീതിയിലുള്ളൊരു ബൈൻഡിങ് ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് സത്വഗുണമുള്ള വ്യക്തിയാണെങ്കിലും ഈ 3 ഗുണങ്ങളിൽ സത്വഗുണമാണ് അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിലെങ്കിലും ഇരിക്കണം എന്നാണ് ശാസ്ത്രം നമുക്ക് പറയുന്നത്. ശരിക്കും ശുദ്ധ സത്വത്തിലോട്ടാണ് പോകേണ്ടത്. പക്ഷേ സത്വഗുണത്തിലെങ്കിലും ഇരിക്കണം. പക്ഷേ സത്വഗുണത്തിലിരിക്കുന്ന വ്യക്തിക്കുള്ള പ്രശ്നം എന്താണ്, ചിലപ്പോൾ അദ്ദേഹം ജനിച്ച് വലിയൊരു ഉയർന്ന കുലത്തിലായതുകൊണ്ട് അദ്ദേഹം ചിന്തിക്കും ഞാൻ എല്ലാവരെക്കാട്ടും ഉയർന്നൊരു വ്യക്തിയാണെന്നും, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിവുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ജ്ഞാനമുണ്ട് എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ അതും ആ രീതിയിൽ അദ്ദേഹം എപ്പോഴും സത്വഗുണത്തിലൂടെ ബന്ധനസ്ഥനാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ തമോ ഗുണത്തിൽ നോക്കുന്ന ഒരാളെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എല്ലാം നേടണം, അല്ലെങ്കിൽ എനിക്ക് മത്സരതാബോധം അദ്ദേഹത്തിനുണ്ടാവും. എനിക്കത് വേണം, ഇത് വേണം. അപ്പോൾ എപ്പോഴും ഒരു സ്ഥലത്ത് അതിനിരിക്കാൻ പറ്റില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നേടണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടാവും. അപ്പോൾ അതാണ് രജോ ഗുണത്തിലുള്ളൊരു വ്യക്തിയുടെ ബോധം എന്ന് പറയുന്നത്. അപ്പം തമോ ഗുണത്തിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഭയങ്കര അലസതയാണ്. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് തോന്നും, പക്ഷെ നമ്മൾ ചെയ്യില്ല, മാറ്റി വയ്ക്കും. നമ്മൾ പിന്നെ ചെയ്യാം. നമുക്ക് ഒരുപാട് മടി, ഉറക്കം, അലസത, ഈ രീതിയിലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും എല്ലാവർക്കും ഈ തമോ ഗുണത്തിൻ്റെ രജോ ഗുണത്തിന് അകത്താണ് ആൾക്കാരുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് ആ സത്വഗുണത്തിലോട്ട് നമുക്ക് വരാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഈ 3 ഗുണങ്ങളെ അതിക്രമിച്ചാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയിലോട്ട് എത്താൻ സാധിക്കുക. അപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ശരിക്കും നമ്മൾ ആത്മീയ ലോകത്തിലുള്ള വ്യക്തികളാണ്. പക്ഷെ നമ്മൾ ഭഗവാനെ മറന്ന് ഇപ്പം ഭൗതിക ലോകത്തിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് നോക്കാം. ഒരു പാവകളി ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ പാവകളി കളിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ശരിക്കും പാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ചെയ്യാത്തൊരു വസ്തുവാണ്, അല്ലേ. നമ്മൾ പാവകളി നോക്കുമ്പോൾ പാവ ഒന്നും ചെയ്യില്ല, ഇവിടുത്തെ ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു വസ്തുവാണ്. ഇതൊരു ക്രൂഡ് എക്സാമ്പിളാണ്, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷേ ഈ പാവകളി കളിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ആൾക്കാർ കൺട്രോൾ ചെയ്യുമ്പോൾ പാവ കളിച്ചുകൊണ്ടിരിക്കും, അല്ലേ. അത് ചിരിക്കും, ചിലപ്പോൾ കരയും. അപ്പോൾ ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പാവകളി നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ എന്താവും, പിന്നെ പാവയുടെ ആക്ച്വൽ സ്റ്റേറ്റിലോട്ട് വരികയാണ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ അതുപോലെ ഈ 3 ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ കയർ പോലെയാണ്. അപ്പോൾ ഈ കയർ വെച്ചിട്ടാണ് ആ കയറാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ചിലപ്പം സന്തോഷം ഉണ്ടാകും, ചിലപ്പോൾ ദുഃഖം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് താൽക്കാലികമായി നമുക്ക് കാണും ഭൗതിക ലോകത്തിൽ. പക്ഷെ അതേ സമയത്ത് അത് കഴിഞ്ഞ ശേഷം പിന്നെ പാവ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആക്ട് ചെയ്യുന്നില്ല. അത് എന്താണ്, അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിലോട്ട് വരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഇപ്പം പാവ സാധാരണമായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് ശരിക്കും ആത്മീയ ലോകത്തിലുള്ള ജീവാത്മാക്കൾ. അപ്പോൾ ആത്മീയലോകത്ത് ജീവാത്മാക്കൾ ഭഗവാനെ സേവനം ചെയ്യും, പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതേ സമയത്ത് പാവകളി കളിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും, പല പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അതിൻ്റെ എന്താ പറയുക, ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റ് ആണ്, അല്ലേ. കാരണം അതൊരിക്കലും എല്ലാ സമയം കളിച്ചുകൊണ്ടിരിക്കില്ല, ഒരു വ്യക്തി തന്നെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഭൗതിക പ്രകൃതിയുടെ കൺട്രോളിലാണ് നമ്മളെല്ലാവരും പല രീതിയിൽ നമുക്ക് സുഖം ദുഃഖം എന്നൊക്കെ ചിന്തിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ നമുക്ക് എപ്പോഴാണ് നമ്മൾ ആത്മീയ പ്രകൃതി അല്ലെങ്കിൽ ആത്മീയ തത്വം മനസ്സിലാക്കുക, ഞാൻ ഭഗവാന്റെ അംശമാണെന്ന്, ഞാൻ ഭഗവാനെ പരിപൂർണമായിട്ടും ശരണം പ്രാപിച്ച് സേവനം ചെയ്യുക, ആ ഒരു തത്വം പൂർണ്ണമായിട്ടും മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ആക്ച്വലി ഒരു ജീവാത്മാവിന് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ ഭൗതിക പ്രകൃതി നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യണം, അതാണ് അടുത്തൊരു കാര്യം. ഭൗതിക പ്രകൃതിയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും അതിനെങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ പിന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഓരോ ഗുണങ്ങളുള്ള വ്യക്തികളുടെ സ്വഭാവങ്ങളെ പറ്റിയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കറിയാം, ഇപ്പം ഒരിക്കലും ഒരു വ്യക്തിക്ക് ഇപ്പോൾ നമ്മുടെ മനസ്സാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഇത് തരുന്നത്. നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങൾ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ നമ്മുടെ മനസ്സ് പറയും, അല്ല നീ കുറച്ച് ഈ കാര്യം ചെയ്യും, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് മനസ്സ് കാരണമാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഇത് പോകുന്നത്. നമുക്കറിയാം ആക്ച്വലി ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, പക്ഷേ മനസ്സ് പലപ്പോഴും നമ്മൾ പറയും നീ ഈ കാര്യം ചെയ്തു നോക്കുക, ആ കാര്യം ചെയ്തു നോക്കുക എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ആ മനസ്സിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പം അതിനാണ് നമുക്ക് ഭഗവാൻ തന്നെ പറയുന്നത്, നമുക്ക് നിരന്തരം തിരുനാമങ്ങൾ ജപിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഭഗവാനെ ഡയറക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് ഭഗവാന്റെ തിരുനാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഏതൊരു വ്യക്തിയാണോ
ആത്മാർത്ഥമായിട്ടും നാമം ശ്രദ്ധയോടെ ജപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയും മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം എന്താണ്, നമുക്ക് ഇനീഷ്യലി അറിയാം, എനിക്ക് മനസ്സ് ചിലപ്പോൾ പറയും നീ ഇപ്പോൾ ജപിക്കേണ്ട, കുറച്ച് നേരം പുറത്ത് പോയി എവിടെയെങ്കിലും കറങ്ങിയിട്ട് വരും, അല്ലെങ്കിൽ പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ക്രിക്കറ്റ് നോക്കും, IPL നോക്കും, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സ് പല ടെംപ്റ്റേഷൻസ് തരും. പക്ഷെ അതിന് നമ്മൾ ആ ടെംപ്റ്റേഷൻസിനെ നമ്മൾ മാറ്റിയിട്ട് എനിക്ക് ജപിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ചെയ്യണമെന്ന് നമ്മൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ടെംപ്റ്റേഷൻസ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ഓവർകം ചെയ്യാനുള്ള ശക്തി നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിരന്തരം അങ്ങനെയുള്ള ഭക്തന്മാരായിട്ടുള്ള അസോസിയേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ മനസ്സ് പറയുന്ന വഴി തന്നെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മൾ ഇത്രയും ജന്മം എടുത്ത സമയത്ത് നമ്മുടെ മനസ്സ് പറഞ്ഞിട്ടാണ് പല പല ജന്മങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷം കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നമുക്ക് ഗുരുവിൻ്റെയും കൃഷ്ണൻ്റെയും ഭക്തന്മാരുടെയും ശീല പ്രഭുപാദിൻ്റെയൊക്കെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഭക്തിയിലൂടെ വരാൻ സാധിച്ചത്. അപ്പോൾ ആചാര്യന്മാർ പറയുന്നത് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു ജന്മമെങ്കിലും നമുക്ക് ഭഗവാന് വേണ്ടി മാറ്റി വെച്ചുകൂടാന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാരണം നമ്മുടെ ജീവിതം തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ ആസ്വദിക്കാൻ ശ്രമിച്ചു, ഭഗവാനെ വാർന്ന് ആസ്വദിക്കാൻ ശ്രമിച്ചു, അത്രത്തോളം നമുക്ക് കൂടുതൽ ദുഃഖങ്ങളാണ് നമ്മൾ നേരിട്ടുള്ളത്. നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള നിമിഷങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപൂർണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് അവർ പൂർണ്ണമായിട്ടും ഭഗവാനെപ്പറ്റി ശ്രവണകീർത്തനം ചെയ്തുകൊണ്ട് അവർ ഭക്തിയെ പ്രചരിപ്പിക്കുന്ന ഭക്തന്മാരുടെ ജീവിതം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ ബാഹ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അവരെപ്പോഴും നോക്കുകയാണെങ്കിൽ അവരെപ്പോഴും സന്തോഷവാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ശരീരത്തിന് എന്തായാലും ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും, വരാതിരിക്കില്ല നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പക്ഷേ അവർ ആത്മീയതലത്തിലുള്ളത് കൊണ്ടാണ് അവർക്ക് ആ രീതിയിൽ അവർക്ക് ഏതൊരു പ്രശ്നം വരുമ്പോഴും അവർ ഒരിക്കലും അവരുടെ ആ ഒരു ദൃഢനിശ്ചയം വിടാതെയും ഉത്സാഹത്തോടെ അവർ ഭക്തി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ നിരന്തരം അങ്ങനത്തെ വ്യക്തികൾ നമ്മൾ കാണുന്നതും അവരിൽ നിന്ന് കേൾക്കുമ്പോഴൊക്കെയാണ് ആക്ച്വലി നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഭക്തന്മാർ വരും, അപ്പോൾ നമ്മളവരെ പറ്റി കേൾക്കും. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഹിസ്ക്രീസ് ദിനബന്ധപുറം വന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചു, ഒരുപാട് നമുക്ക് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടിയില്ലേ ആക്ച്വലി അല്ലേ. ഒരു പരിശുദ്ധ ഭക്തം വന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ആ സന്തോഷം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അതേ സന്തോഷം നമുക്ക് നിലനിർത്തണം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ചാലഞ്ച് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമുക്ക് ആ കീർത്തനത്തിലും അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുമ്പോൾ ഒക്കെ സന്തോഷമുണ്ടാവും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സ് പഴയതുപോലെ ആവും. അപ്പോൾ അത് നമുക്ക് നിരന്തരം നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിരന്തരം നമ്മൾ ഭഗവാന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള കാര്യമാണ്. നിരന്തരം ഭഗവാനെ എപ്പോഴും അങ്ങയുടെ സേവനത്തിൽ തന്നെ എൻഗേജ് ചെയ്യണമെന്നുള്ള പ്രാർത്ഥന നമ്മൾ സമർപ്പിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതിനാണ് നമുക്ക് ഭക്തിയുത സേവനം നമുക്ക് ഈ സാധന ഭക്തിയൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു എപ്പോഴും ഭഗവാൻ പല പല ഭക്തന്മാരെ നമുക്ക് ടേസ്റ്റ് തരികയാണ് പല രീതിയിൽ. പക്ഷേ ആ ടേസ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എൻഡവർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ശ്രീല പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഓർമ്മ വരും നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം അല്ലേ. നമുക്ക് ചിലപ്പോൾ ലക്ഷ്യം അറിയായിരിക്കും, പക്ഷേ ആ ലക്ഷ്യം നമ്മൾ ഫിക്സ് ചെയ്യണം. നമ്മളൊരു ലക്ഷ്യത്തിന് ഫിക്സ് ചെയ്താലേ നമുക്ക് അവിടെ എത്താൻ സാധിക്കുള്ളൂ അല്ലേ. നമ്മളിപ്പം ഇവിടുന്ന് നമ്മളിപ്പം ഡൽഹിയിലോട്ട് പോവാണ്. അപ്പോൾ ഡൽഹിയിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫ്ലൈറ്റ് ചേഞ്ച് ഓവർ ഉണ്ടാവും. നമ്മൾ മുംബൈ പോയിട്ടോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയിട്ടോ അല്ലെങ്കിൽ ഹൈദരാബാദ് പോയിട്ടോ. അപ്പോൾ നമ്മളിപ്പം ഫ്ലൈറ്റിൽ കയറി നമ്മൾ പോയ ശേഷം നമ്മൾ ഹൈദരാബാദിൽ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയ ശേഷം നമ്മൾ ചിലപ്പം ഇപ്പോൾ ഹൈദരാബാദിൽ എന്തെങ്കിലും IPL കളി നടക്കുകയാണ്, അപ്പോൾ ഞാൻ അവിടെ പോയി കളി കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു റിലേറ്റീവിനെ കണ്ടിട്ട് വരാമെന്ന് ചിന്തിച്ച് നമ്മൾ അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഡൽഹിയിൽ എത്തില്ല അല്ലേ. നമ്മൾ അവിടെ പോയി വരുമ്പോഴേക്കും ഫ്ലൈറ്റ് മിസ്സാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പല ഡിസ്ട്രാക്ഷൻസ് വഴിയിൽ വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കും അല്ല ഇത് ഞാൻ ചെയ്താലോ അല്ലെങ്കിൽ അത് ചെയ്താലോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കും നമ്മൾ ആത്മീയപരമായിട്ട് നമ്മൾ മുന്നേറുന്ന സമയത്ത് നമ്മൾ ആത്മീയ കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫിക്സ്ഡ് ആവുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ നമ്മൾ കാരണം ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു നിഴല് പോലെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ കോൺസെൻട്രേഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവസാനം ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, ആത്മീയപരത്തിൽ നമുക്ക് താഴെ പോയി പോകും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മുടെ സാധന ഭക്തിയെ നമ്മൾ നല്ല രീതിയിൽ അതിനെ നമ്മൾ ഡിറ്റർമിനേഷനോടെയും അല്ലെങ്കിൽ നമ്മൾ ദൃഢനിശ്ചയത്തോടെയും നമ്മൾ ഉത്സാഹത്തോടെ നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം നമുക്ക് ഈ 3 കാര്യങ്ങളാണ് മെയിൻ. നമുക്ക് ഭക്തിയിൽ നമുക്ക് എപ്പോഴും ദൃഢനിശ്ചയം ഉണ്ടാവണം, പിന്നെ നമുക്ക് ഉത്സാഹം ഉണ്ടാവണം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ പേഷ്യൻസും ക്ഷമയും നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് പലപ്പോഴും ചിലപ്പം നമ്മുടെ ദൃഢനിശ്ചയം കുറച്ച് ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഉത്സാഹം കുറച്ച് ദിവസം ഉണ്ടാവും. അതുപോലെ നമുക്ക് ചിലപ്പം ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും, ചിലപ്പോൾ ക്ഷമയുണ്ടാവും. പക്ഷേ ക്ഷമ എന്ന് പറയുന്നത് അതിനും നമ്മൾ എന്താ വെച്ചാൽ മെല്ലെ ഭക്തി പിന്നെ മെല്ലെ വന്നാൽ മതി, ഞാൻ കുറച്ച് നേരം മെല്ലെ നാമം ജപിക്കാം, അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ
അതിനൊക്കെ നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനും നമ്മൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലും ഒരു വ്യക്തിക്ക് പരിശുദ്ധ മുക്തിയിലോട്ട് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആധ്യാത്മിക ഗുരുവര്യമായി നമ്മുടെ കൺമുന്നിലുള്ളത്. അപ്പോൾ നമുക്ക് നിരന്തരം അവരിൽ നിന്ന് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അവരുടെ ജീവിതം നമ്മൾ കാണുമ്പോഴും ഒക്കെ നമുക്ക് തോന്നും അല്ലേ, അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നാറ് ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാവാറില്ല, പക്ഷെ എന്നാലും നമുക്കറിയാം. പക്ഷെ അങ്ങനത്തെ ഭക്തന്മാരെ നമ്മൾ കാണുമ്പോഴും അവർ പറയുന്നതും പ്രവർത്തിക്കുമ്പോൾ ഒന്നാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷനാണ്. നമുക്ക് അതുപോലെ നമുക്കത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ ഭക്തന്മാർ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഭക്തന്മാർ അനുഭവിക്കുന്ന സന്തോഷവും അവരുടെ ഓരോ വർഷം കൂടുമ്പോൾ അവർ ചെയ്യുന്ന സേവനങ്ങളും അവരുടെ ആ ഒരു കാരുണ്യവും അല്ലെങ്കിൽ അവരുടെ കമ്പാഷനൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എത്രത്തോളം അവർ ഭക്തിയിൽ ആസ്വദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്തിയിൽ കിട്ടുന്ന സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മളെല്ലാവരും ഇപ്പം 16 മാല ജപിച്ച് നമ്മളൊരു ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സ്വീകരിക്കാനുള്ള കാര്യം തന്നെയാണ്. കാരണം എന്താണ് ഇതിൽ തന്നെ പറയുന്നത്, ദീക്ഷാകാലെ ശിഷ്യകരെ ആത്മസമർപ്പണം എന്നാണ് പറയുന്നത്. ദീക്ഷാ സമയത്ത് ഒരു ശിഷ്യൻ ആത്മസമർപ്പണം നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അതോറിറ്റി എടുത്ത് ആത്മസമർപ്പണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും റെസ്പോൺസിബിൾ നമ്മൾ ആവില്ല. അല്ലെങ്കിൽ നമ്മൾ ശരി ഓക്കെ സൺഡേ പ്രോഗ്രാമിൽ നമ്മൾ വരും, അറ്റൻഡ് ചെയ്യും, പോവും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ആധ്യാത്മിക ഗുരു ഉണ്ടെന്നും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എപ്പോഴും അദ്ദേഹത്തിനെ പ്ലീസ് ചെയ്യണം എന്നുള്ള ആ ഒരു മൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് നമുക്ക് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ദോ നമുക്ക് ആധ്യാത്മിക ഗുരു ഉണ്ടെങ്കിൽ കൂടി നമ്മൾ പലപ്പോഴും ആ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വരാറില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് അവരെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ചിന്ത വരും, അല്ലെങ്കിൽ അങ്ങനത്തെ ശിഷ്യന്മാരെ കാണുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ച് നമ്മൾ കേട്ട് അദ്ദേഹത്തിനെ സേവനം ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ സേവനം ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിക്കാണ് ഈ ഒരു 3 ഗുണങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു വഴി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ ശ്രീല പ്രഭുപാദ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്കൊരു വഴി കാണിച്ചു തരുന്ന വ്യക്തിയാണ് നമുക്ക് ശ്രീല പ്രഭുപാദ അവരുടെ ശിഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവരെ ആശ്രയിച്ചാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഈ 3 ഗുണങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് സാധിക്കും. കാരണം ഭഗവാൻ തന്നെ പറയുന്നത് നമുക്ക് സംശയം വരാം, ഭഗവാനെ ആശ്രയിച്ചാൽ മതിയല്ലോ. കാരണം ദൈവീഹേഷ ഗുണമമി മമമായ ദുരത്യ മാം ഏതാം പ്രബദ്ധൻ്റെ മായാം ഏതാം തരന്തിത്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ ഈ 3 ഗുണങ്ങളടങ്ങിയ എൻ്റെ മായയെ അതിനെ നമുക്ക് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല. എന്താണ് അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആരാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് ആ വ്യക്തിക്കാണ് വളരെ എളുപ്പമായിട്ട് അതിനെ ക്രോസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നത്. അപ്പം ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഭഗവാനെ ശരണം പ്രാപിക്കുക പറഞ്ഞാൽ ഭഗവാന്റെ ഒരു പ്രാമാണികമായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് ശരണം പ്രാപിച്ച് അദ്ദേഹത്തിനെ നമ്മൾ സന്തോഷിപ്പിച്ചാലേ ഭഗവാനെ ആക്ച്വലി നമുക്ക് പ്ലീസ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഭഗവാൻ ഡയറക്റ്റ്ലി ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ ഇപ്പോഴത്തെ നിയോഫൈറ്റ് സ്റ്റേജിൽ. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ശരി ചെയ്യേണ്ടത്, അപ്പം അതിനാണ് നമുക്ക് ആധ്യാത്മിക ഗുരു വരുമാനും വരിഷ്ഠമായിട്ടുള്ള വൈഷ്ണവന്മാരൊക്കെ ഉള്ളത്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ സംശയങ്ങൾ ചോദിച്ച് നമ്മൾ ക്ലിയർ ചെയ്താലേ നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഏതൊരു കാര്യത്തിലായിരുന്നു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയതായിട്ടൊരു കമ്പനി ജോയിൻ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ ആരെങ്കിലും സീനിയറായിട്ടുള്ളൊരു വ്യക്തിയെ കണ്ട് സംശയങ്ങൾ ചോദിച്ചാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സാധാരണമായിട്ടുള്ളൊരു ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെ നമ്മൾ ഇത്രയും സംശയങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എത്ര നമുക്ക് സംശയം ഉണ്ടാവാം അല്ലേ. നമ്മൾ ഇത്രയും കാലം ഭഗവാനെ മറന്ന് ഈ ലോകത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റി തന്നെ ഭഗവാനെ പറ്റി സംസാരിക്കുന്ന എത്ര വ്യക്തികൾ ഒരു ദിവസത്തിലുണ്ടാവും ഭക്തന്മാരല്ലാതെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സംശയങ്ങളാണുള്ളത്. അപ്പോൾ ആ സംശയങ്ങളെ നമ്മൾ ദൂരീകരിക്കുക ഉള്ളതാണ് ആദ്യത്തെ ഒരു ഡ്യൂട്ടി. അപ്പോൾ അതിന് നമുക്ക് ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ഒരു വ്യക്തിയെ റിയലായിട്ട് ട്രെയിൻ ചെയ്യണം. അപ്പം ഒരു വ്യക്തിക്കുള്ള ഗുണങ്ങൾ എന്താണ് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് ആ രീതിയിൽ ഭക്തി സേവനത്തിൽ എൻഗേജ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അപ്പോൾ നമ്മൾ ദീക്ഷ എടുക്കുക, കമ്മിറ്റഡ് ആയിട്ടുള്ള സേവനങ്ങൾ നമ്മൾ എടുക്കുക, അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഡെയിലി നമ്മൾ കേൾക്കുക. ആ കേൾക്കുന്ന കാര്യം നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യമാണ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളും ദുഃഖങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് മോചനം നേടാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കാണുന്ന ഇതിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് കാണുന്ന ഈ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ത്രിഗുണങ്ങളാൽ ബാധിച്ചുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്, ഇത് സന്തോഷം ഇത് ദുഃഖം. പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് ആനന്ദം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സ്വീകരിച്ച് അദ്ദേഹത്തിൽ നിന്ന് കേട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യാനുള്ള കാര്യമാണ്. കാരണം നമ്മൾ നേരിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിനെ ചിലപ്പോൾ കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നേരിട്ട് ചിലപ്പോൾ കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് ലെക്ചേഴ്സ് നമ്മൾ കേൾക്കാനുള്ള കാര്യമാണ്. ഡെയിലി നമ്മൾ കുറച്ച് സമയങ്ങളിൽ എടുത്ത് അത് കേൾക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം നമ്മൾ അങ്ങനെ
നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഭക്തന്മാർ നമ്മൾ നിരന്തരം ആധ്യാത്മിക ഗുരുവിൽ നിന്ന് കേൾക്കുന്ന ഭക്തന്മാർക്കാണ് നമ്മൾ കാണാൻ സാധിക്കും. അവരുടെ അഡ്വാൻസ്മെൻറ്റ് വളരെ സ്വിഫ്റ്റാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ. കാരണം അവർക്ക് ആ ഒരു മൂഡ് അവരെ മനസ്സിൽ എപ്പോഴും ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ ആ കാരുണ്യം അവരെല്ലാവരും ചൊരിയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ എത്രത്തോളം ഈ ഭക്തി ബാക്കിയുള്ളവർ ഷെയർ ചെയ്യുന്നത് അത്രത്തോളം നമുക്ക് ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് നമ്മൾ കേൾക്കുക, അദ്ദേഹം തരുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഫോളോ ചെയ്യുക. കാരണം എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഇൻസ്ട്രക്ഷനാണ് നമ്മൾ ഈ കൃഷ്ണഭക്തിയെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമാണ്. അതാണ് പ്രൈമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? നമുക്ക് ഭക്തന്മാരിൽ നിന്നും അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുവിൽ നിന്നാണ്. അപ്പം അത് നമ്മൾ നിരന്തരം കേട്ടാലേ നമുക്ക് ആധ്യാത്മിക ഗുരുവിൻ്റെ മൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ദീക്ഷയെടുത്തു, നമ്മൾ തിരിച്ചു വന്നു, പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മിക ഗുരുവും തമ്മിലുള്ള സംബന്ധം ഉണ്ടാവില്ല. പിന്നെ നമുക്കറിയാം ആധ്യാത്മിക ഗുരുവര്യന്മാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് എത്ര കാലം കൂടി ഉണ്ടാവും നമുക്ക് അറിയില്ല. അപ്പം നമുക്ക് ഇപ്പോഴേ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പോയ ശേഷം പിന്നെ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉണ്ടാകും ഇല്ല. അപ്പോൾ അത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മാക്സിമം അവരുടെ അസോസിയേഷൻ നമ്മൾ എടുക്കുക. അവരെവിടെയെങ്കിലും വരുമ്പോൾ നമ്മൾ അവരെ പോയി കാണുക, സേവനം ചെയ്യാനുള്ള അവസരം കണ്ടെത്തുക, അവരിൽ നിന്ന് കേൾക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി അവർ ഈ ലോകത്ത് നിന്ന് പോയാൽ കൂടി ആക്ച്വലി ഒരു വ്യക്തി ഒരു ശിഷ്യനെ അപേക്ഷിച്ച് അദ്ദേഹം നിരന്തരം ആധ്യാത്മിക ഗുരുവിൻ്റെ ഇൻസ്ട്രക്ഷൻസിനെ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ആക്ച്വലി ഒരു സെപ്പറേഷൻ ഇല്ല ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആ മൂഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം കേൾക്കാനുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ശ്രവണം എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കേട്ടാലേ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അവരുടെ മൂഡ് ഉണ്ടാകും. അപ്പോൾ അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴുള്ള സ്റ്റെപ്പിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നമ്മൾ വന്ന് ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സ്വീകരിച്ച് അതിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് നമ്മൾ സിൻസിയറായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ അസോസിയേഷനിൽ നമ്മൾ കേട്ടും അദ്ദേഹത്തിൻ്റെ സേവനം ചെയ്ത് വരുന്ന ഒരു വ്യക്തിക്ക് കാലക്രമേണ നമുക്ക് ഈ 3 ഗുണങ്ങളിൽ നിന്ന് അതിജീവിക്കാനുള്ള ശക്തി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത് നമ്മൾ നിരന്തരം നമുക്കറിയാം നാമജപം തന്നെയാണ്. പക്ഷേ നാമജപം നമുക്ക് പ്യൂരിഫൈ ചെയ്യാനും നമുക്ക് എന്ത് വേണം? നമുക്ക് നിരന്തരം കേട്ടാലേ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റാൻ സാധിക്കില്ല. കാരണം നമ്മളകത്തുള്ള കാമം, ക്രോധം, ലോഭം ഇതിനൊക്കെ മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ ജയിച്ച വ്യക്തിയിൽ നിന്ന് നമ്മൾ കേൾക്കുകയും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും അവരിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഇതിലോട്ട് വരാൻ സാധിക്കും. അപ്പം ഇതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയാനുള്ളത്. ഇനി വരുന്ന ശ്ലോകങ്ങളിൽ കൂടുതലായിട്ടും നമുക്ക് സത്വഗുണത്തിൻ്റെ രജഗുണത്തിൻ്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയൊക്കെ അവർ പറയും. ഇതാണുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ. ഗുരു പറയുന്നത് കൊണ്ടും അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദ് പറയുന്നതുകൊണ്ട് നാമജപം ഏറ്റെടുക്കും. പക്ഷെ അതേസമയം കാലങ്ങളായിട്ട് ത്രിഗുണങ്ങളുടെ സ്വാധീനയിൽ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരുന്നതിന് ഉപരിപ്ലവമായിട്ടുള്ള സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് അപ്പോൾ അതും കളയത്തില്ല. രണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒരു സൈഡിൽ നാമജപവും മറ്റേ സൈഡിൽ ഈ ഭൗതികപരമായിട്ടുള്ള സന്തോഷം കൂടുതൽ ആസ്വദിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു വ്യക്തി അഡ്വാൻസ് ചെയ്യുമോ അതോ ഒരു വ്യക്തി ഇതിപ്പോൾ ഈ ഭൗതികപരമായിട്ടുള്ള ജീവിതം കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം? ഓക്കെ. അപ്പം ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആധ്യാത്മിക ജീവിതം ഭൗതിക ജീവിതം ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഒരു എക്സ്പേർട്ട് ആവണം. അല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൗതിക ജീവിതത്തിന് നമ്മളിപ്പോൾ 2 തോണിയിൽ കാല് വയ്ക്കുന്ന പോലെയാണ് ആക്ച്വലി വന്നിട്ട്. അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുമ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ കാല് വയ്ക്കുന്നു, ഭൗതിക ജീവിതത്തിലും കാല് വയ്ക്കുന്നു. ഒരേ സമയത്ത് നമുക്ക് ഭൗതികമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഇന്ദ്രതൃപ്തിയിലൂടെ സന്തോഷം കിട്ടണം, കാരണം അതിലൂടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സന്തോഷം കിട്ടുകയാണ്. പക്ഷേ ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് സന്തോഷം കിട്ടുന്ന കാര്യം നമ്മൾ കേട്ട് അറിഞ്ഞിരിക്കണം. പക്ഷെ അങ്ങനെ നിൽക്കുന്നൊരു വ്യക്തിക്ക് എവിടെ എത്താൻ സാധിക്കില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കുക, കാരണം ഭൗതിക ജീവിതത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അപ്പം ഈ ഒരു സന്തോഷം നമ്മൾ ആസ്വദിക്കാൻ നമ്മൾ ശ്രമിച്ചിരിക്കുകയാണ്, പക്ഷെ അതിലൂടെ നമുക്ക് സന്തോഷം കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഭൗതിക സന്തോഷം അല്ലെങ്കിൽ നമ്മൾ ഇന്ദ്രതൃപ്തിയിലൂടെ കിട്ടുന്ന സന്തോഷത്തിന് നമ്മളത് കുറച്ചാലേ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ആധ്യാത്മിക ജീവിതത്തിലെ പൂർണ്ണ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു തോണിയിൽ ഇരുന്നുകൊണ്ട് നമ്മളിപ്പോൾ തുഴയുന്ന പോലെ ആയിപ്പോയി അല്ലേ. നമ്മളിപ്പോൾ തോണിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ആങ്കറിൽ നമ്മൾ കെട്ടിയിട്ടിട്ട് തോണി തുഴയുമ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ശരിക്കും നമ്മൾ ഭൗതിക ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ആധ്യാത്മിക ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല.
അപ്പോൾ അതുകൊണ്ട് ഭൗതിക ആഗ്രഹങ്ങൾ നമുക്കുണ്ട് പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കാലക്രമേണ അതിനെ കുറയ്ക്കാൻ നമ്മൾ നമ്മുടെ സൈഡിലുള്ള എൻഡേവർ നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ അതും നമുക്ക് ഭക്തന്മാരുടെ അസോസിയേഷനിൽ വരിക, നമ്മൾ കേൾക്കുക, പിന്നെ നമ്മളും ഒന്ന് നമ്മൾ ചിന്തിക്കുക. ഞാൻ ഭൗതികമായിട്ട് സന്തോഷം നേടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എനിക്ക് സന്തോഷം പൂർണ്ണമായിട്ടുള്ള സന്തോഷം എനിക്ക് കിട്ടുന്നില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഞാൻ ഭൗതിക സന്തോഷത്തിനെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ആധ്യാത്മിക ജീവിതം ഒന്ന് ആത്മാർത്ഥം പരിശീലിച്ചുകൂടാ എന്ന് ചിന്തിച്ച് ഒന്ന് ശ്രമിക്കുക. പിന്നെ അങ്ങനെയുള്ള ഭക്തന്മാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അവരുടെ ആ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അവരെത്രത്തോളം പൂർണ്ണമായിട്ടും അവർ ആ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ കിട്ടുന്ന സന്തോഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പരിധിയായിരുന്നു. അതേ സമയത്ത് എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാമം ജപിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ നോക്കാൻ ടെൻഡൻസി കൂടി വരികയാണ്. പക്ഷെ അത് എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് നാമം ജപിക്കുന്നതിന് കൂടെ മൊബൈൽ ഫോൺ കാണേണ്ട ഒരു അവസ്ഥ കാരണം. പക്ഷെ അത് എന്താ പറയുക, ശീലമായിട്ടുള്ളത് അതെങ്ങനെ കാരണം ചെയ്യുന്നത്? ഓക്കെ, അപ്പം പ്രഭു ഒന്ന് മനസ്സിലാക്കുക, ഈ നാമം എന്ന് ക്വസ്റ്റ്യൻ കേട്ടില്ലല്ലോ. സോറി. അപ്പം പ്രഭു ചോദിക്കുന്നത് പ്രഭുവിൻ്റെ കാര്യമാണ് പ്രഭു പറയുന്നത്. അപ്പം അതായത് നാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി മൊബൈൽ നോക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ടെൻഡൻസി വരാറുണ്ട്. അപ്പം പലപ്പോഴും മൊബൈൽ മാറ്റി വെച്ചാലും ജപിക്കുന്ന സമയത്ത് വീണ്ടും മൊബൈൽ എടുത്ത് നോക്കാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തെറ്റാണെന്ന് പ്രഭുവിന് അറിയാം, പക്ഷെ അത് മാറ്റാൻ സാധിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രഭുവിൻ്റെ ചോദ്യം. നല്ലൊരു ചോദ്യമാണ് പ്രഭു. അത് ഞാനും പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് പ്രഭു, സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കേട്ട കാര്യങ്ങൾ കുറച്ച് ഷെയർ ചെയ്യാൻ പ്രഭു. അപ്പം നമ്മളും അത് എന്താ പറയുക, നമുക്ക് അറിഞ്ഞിട്ടും ചില കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും മാറ്റി നിർത്താൻ പറ്റാറില്ല ചിലപ്പോൾ. അപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രഭു, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, നമുക്ക് മാക്സിമം നമ്മൾ ഭക്തന്മാരുടെ കൂടെ ഇരുന്ന് പ്രഭുവിന് നാമം ജപിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. പ്രഭുവിന് പറ്റാമെന്നുണ്ടെങ്കിൽ മംഗളാരതിക്കൊക്കെ വരാൻ ശ്രമിക്കുക എന്ന കാര്യമാണ് ഒരു കാര്യം. കാരണം ഇത് ആൻസറായിട്ട് ഞാൻ പറയാൻ പോകും. അപ്പോൾ ഒന്ന് വന്നിട്ട് നമ്മൾ ഭക്തന്മാരുടെ കൂടെ ഇരുന്ന് നമ്മൾ ജപിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കോൺഷ്യസ് ആവും, ഞാൻ ചെയ്യുന്നത് എല്ലാവരും നോക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്തായാലും മൊബൈൽ എടുക്കാൻ എനിക്ക് തോന്നില്ല, ഞാൻ കുറച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഭക്തന്മാരുടെ സംഘത്തിൽ ഇരുന്ന് ജപിക്കാൻ ശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ള കാര്യം എനിക്കറിയില്ല, പ്രഭുവിന് എല്ലാ ദിവസവും വരാൻ പറ്റുള്ള കാര്യം അറിയില്ല. പക്ഷെ കൂടുതൽ സമയം നമ്മളും വീട്ടിലിരുന്നാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കാൻ നാമം എന്ന് പറയുന്നത് നാമപ്രഭു എന്നാണ്, ഹരിനാമ പ്രഭു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു നാമം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ പ്രഭു ഒന്ന് ചിന്തിക്കുക. അപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പ്രഭുവിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രഭു മൊബൈലിൽ ഇങ്ങനെ നിന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചതിന് എങ്ങനെ ഉണ്ടാവും? പ്രഭു അങ്ങനെ സംസാരിക്കും ഇല്ലല്ലോ. അപ്പോൾ പ്രഭുവിന് തോന്നില്ലേ അപ്പോൾ എത്രത്തോളം വിഷമം എനിക്കുണ്ടാവും? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എത്രത്തോളം വിഷമം ഉണ്ടാകുന്നു നമ്മളൊന്ന് ചിന്തിക്കുക. കാരണം ഭഗവാൻ കാരുണ്യപൂർവ്വമായിട്ടാണ് ഭഗവാൻ നാമരൂപത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വന്ന സമയത്ത് നമ്മളെന്താ ചെയ്യുന്നത്? നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഭഗവാൻ അറ്റൻഷൻ കൊടുക്കുന്നില്ല ശരിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പം നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് ഭാഗവത ക്ലാസ്സിൽ നമ്മൾ ജപിക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് നാമം ജപിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ഒന്നുമേ പ്യൂറായിട്ട് ചെയ്യുന്നില്ല. ഇതിപ്പോൾ പ്രഭു ചോദിച്ചത് ഒരു മെറ്റീരിയലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം മൊബൈൽ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മൊബൈലിൽ ചിലപ്പം ഫേസ്ബുക്കിൽ കോട്ട് നോക്കിക്കൊണ്ട് നമ്മൾ നാമം ജപിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ നോക്കിക്കൊണ്ട് ജപിക്കും. അപ്പോൾ ഒരു രീതി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതും ഒരു ഡിവോഷണൽ സർവീസ് ആണല്ലോ, കാരണം ഞാനിവിടെ നാമം ജപിക്കുന്നുണ്ട്, അവിടെ ഭഗവാന്റെ വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കലും മനസ്സിനെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാമത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ ആ ലെക്ചറിലോ അല്ലെങ്കിൽ വീഡിയോയിലോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത് ഒരു അപരാധമായിട്ടാണ് മാറുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്കറിയില്ല 10ാം അപരാധം ഇന്നറ്റ് അറ്റൻറ്റീവ് ചാൻറ്റിങ് അല്ലേ, അശ്രദ്ധയോടെ നാമം ജപിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപരാധമാണ്, 10ാമത്തെ അപരാധമായിട്ട് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു അപരാധത്തിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കാരണം മൊബൈലിൽ നമുക്ക് ഒരുപാട് കാര്യം വന്നുകൊണ്ടേയിരിക്കും, അപ്പോൾ അത് നമുക്ക് പിന്നെയും നോക്കാം. പക്ഷേ നാമജപം എന്ന് പറയുന്നത് ഞാനും ഭഗവാൻ നമ്മളെ പ്രൈവറ്റ് ടൈമായിട്ടുള്ള ഒരു സമയമാണ്, രാവിലത്തെ സമയമാണ്. അപ്പോൾ ഈ സമയം എനിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ച് ആ ഒരു സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം മൊബൈലിൽ മാറ്റി വയ്ക്കുക, ഒന്നിനും അതിനെ മാറ്റി വേറെ ഏതെങ്കിലും റൂമിൽ വയ്ക്കുക. അപ്പം നമ്മൾ തന്നെ ഒരു സ്റ്റെപ്പ് എടുക്കുക. കാരണം എല്ലാ സമയവും ആരെങ്കിലും ഒരാൾ വന്നിട്ട് പ്രഭു നീ മൊബൈൽ നോക്കരുത് പറയാൻ ആളുണ്ടാകും. അപ്പോൾ നമ്മൾ തന്നെ ഒരു സ്റ്റെപ്പ് എടുക്കുക. ആദ്യം മനസ്സിലാക്കുക ഭഗവാൻ കാരുണ്യപൂർവ്വമായിട്ടാണ് ഭഗവാൻ നാമപ്രഭു, ഭഗവാൻ തന്നെ വന്നിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ടിൽ. അപ്പം ഞാനും ഭഗവാൻ നമ്മളെ പ്രൈവറ്റ് ടൈമാണ് നാമജപം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ചില ടെമ്പിൾസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ നാമജപത്തിൽ പോകുന്ന സമയത്ത് മൊബൈലിൽ അവർ വാങ്ങി വയ്ക്കും. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചില ടെമ്പിളിലൊക്കെ പോകുന്ന സമയത്ത് ആ മൊബൈലിൽ അവർ മാറ്റി ഒരു മൊബൈൽ കൗണ്ടർ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ അവർ കൊണ്ടുവയ്ക്കും. കാരണം ആർക്കെങ്കിലും ആ ടെംപ്ടേഷൻ വരുന്ന സമയത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം മൊബൈൽ അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം.
അപ്പം അതുപോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, കാരണം ഇതൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ മനസ്സാണ് തോന്നുന്നത്, കുഴപ്പമില്ല എന്തായാലും കുറച്ച് മൊബൈൽ നോക്കിയിട്ട് നാമം ജപിക്കാന്നുള്ള അങ്ങനെ പല കാര്യങ്ങളും മനസ്സ് നമ്മളടുത്ത് പറയും. പക്ഷെ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ മനസ്സ് നമ്മളെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ നിമിഷവും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കുക, നമ്മൾ നാമം ജപിക്കുന്ന മുമ്പ് ഭഗവാനടുത്ത് പ്രാർത്ഥിക്കുക, നമ്മൾ ഇങ്ങനെ എനിക്ക് ഭഗവാന്റെ നാമം ശുദ്ധമായിട്ട് ജപിക്കാൻ പറ്റണമേ, എൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും അങ്ങയുടെ നാമത്തിൽ ഫിക്സ് ചെയ്യാൻ പറ്റണമേ എന്ന പ്രാർത്ഥന സമർപ്പിക്കുക. പിന്നെ പറ്റാവുന്ന സമയത്തൊക്കെ പ്രഭു ഇവിടെ വന്ന് ടെമ്പിളിൽ നമ്മൾ ഡിവോട്ടീസ് ജപിക്കുന്ന സമയത്ത് കൂടെ ഇരുന്ന് ജപിക്കുക പ്രഭു. അപ്പോൾ അത് ഒരുപാട് നമുക്ക് നാമം ജപിക്കാൻ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ജപിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരില്ല, നമുക്ക് എന്തായാലും നാമം ജപിക്കണം എന്നുള്ള ഇത് വരും പറഞ്ഞു. ആ രീതിയിൽ പ്രഭു ചെയ്യുക. പിന്നെ പറ്റുകയാണെങ്കിൽ വീട്ടിൽ തുളസി മഹാറാണി ഫ്രണ്ട് വെച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ജപിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ അത് ഗ്രാജുവലി നമ്മൾ തന്നെ ചെയ്യേണ്ട എൻഡേവറാണ്. അപ്പോൾ എല്ലാവർക്കും പറയാൻ പറ്റും, പക്ഷെ നമ്മൾ ഒരു വ്യക്തിയെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം. നമുക്ക് ഒരു ഭക്തനിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടും, പക്ഷെ നമ്മളെ ചേഞ്ച് നമ്മൾ അകത്ത് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ആർക്കും വരുത്താൻ പറ്റില്ല. ഈവൻ ആധ്യാത്മിക ഗുരുവിനും ചേഞ്ച് വരുത്താൻ സാധിക്കില്ല. ചേഞ്ച് വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം നമുക്കാണ് ആ ഫ്രീ വിൽ നമുക്കുള്ളത്. നമുക്ക് ചെയ്യാതിരിക്കാം, മൊബൈൽ നോക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് നിരന്തരം ക്ലാസ്സുകൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കും, പക്ഷെ നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുക, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. എന്താണ് ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുക. ഞാൻ ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ട് ഒരു വ്യക്തിയെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ എത്രത്തോളം ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ നമുക്ക് തന്നൊരു പ്രൈവറ്റ് സമയമാണ് രാവിലത്തെ ഏർലി മോർണിംഗ് ടൈം. അപ്പോൾ ഞാനത് ജപിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും നല്ലൊരു സമയം ഞാൻ കളയാണ് ചെയ്യുന്നത് ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ രീതിയിൽ പ്രഭു അതിനെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക എന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുക ഭഗവാനടുത്ത്. കാരണം നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഭക്തമായിട്ടുള്ള സംശയങ്ങൾ ചോദിച്ച് അതിനെ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഭഗവാനടുത്ത് പ്രാർത്ഥിക്കുക. നാമജപത്തിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഏതൊരു സേവനം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഭഗവാനടുത്ത് പ്രാർത്ഥിക്കുക. ഒരു അവസരം തന്നിരിക്കുകയാണ്, ഞാൻ ഇതിൽ ശ്രദ്ധയോടെ എനിക്ക് പൂർണ്ണമായിട്ടും ഇത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയാണുള്ള ബോധത്തോടെ നമ്മൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ട കാര്യമാണ്. മനസ്സ് വീണ്ടും വീണ്ടും അങ്ങോട്ടും കൊണ്ട് പോയിക്കൊണ്ടിരിക്കും, പക്ഷെ അതിനെ വീണ്ടും കൊണ്ടുവരാനുള്ള കാര്യമാണ്. അത് നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് പറയുക, നമ്മൾ പെർഫെക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കും, പക്ഷേ മൊബൈൽ നോക്കിക്കൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് നമുക്ക് നാമജപത്തിൽ പെർഫെക്റ്റ് ആവാൻ സാധിക്കില്ല. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് അതിന് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തുക. എന്താണ്, നാമം ജപിക്കുന്ന സമയത്ത് മൊബൈലിനെ മാറ്റി നിർത്തുക. ശ്രദ്ധയോടെ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് നമ്മൾ നാമം ജപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മൾ തുളസി മഹാറാണിയെ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഇരുന്ന് ശ്രദ്ധയോടെ നാമം ജപിക്കുക. നമ്മൾ ഇരുട്ടിലിരുന്ന് ജപിക്കാതെ വെളിച്ചത്തിലിരുന്ന് ജപിക്കുക. കാരണം ഇങ്ങനത്തെ കാര്യം ഇപ്പം നമ്മൾ കിടക്കയിരുന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ജപിക്കുക, അപ്പോൾ നമുക്ക് ഉറക്കം വരികയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ജപിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ അങ്ങനെയൊക്കെ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് മാറി നമ്മൾ ഒരു ക്ലിയറായിട്ട് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് നമ്മൾ നാമം ജപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഭഗവാനത്ത് പ്രാർത്ഥിക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ ടെമ്പിളിൽ പറ്റുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ്ലി വന്നിട്ട് ഭക്തന്മാരുടെ കൂടെ ഇരുന്ന് ജപിക്കുക. അങ്ങനെ രുചിയോടെ ജപിക്കുന്ന ഭക്തന്മാരുടെ കൂടെ ഇരുന്ന് ജപിച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. താങ്ക് യു ബ്രോ. അതെ ആ ആത്മാവിന്റെ ആഗ്രഹമാണ് അത് അങ്ങനെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? അതായത് ആത്മാവ് അതാണ് ആഗ്രഹിക്കുന്നത് നിലനിൽക്കാൻ, അല്ലെങ്കിൽ ആ മൂടിൽ നിൽക്കുന്ന ആളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? കാരണം അയാളുടെ ആഗ്രഹമാണ് അവിടെ ആ രീതിയിൽ നിലനിൽക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അത് തെറ്റാവും. മാറ്റാൻ അപ്പം മനസ്സിലാക്കി കറക്റ്റാണ് ഉറന്നു പറയണത്. അപ്പം ആത്മാവിന് ഒരു ആഗ്രഹം അനുസരിച്ചാണ് ബോധിലോകത്തിലോട്ട് വരുന്നത്. അപ്പം ആത്മാവ് ആഗ്രഹിക്കുന്നത് ഒരു ഗുണം അനുസരിച്ചായിരിക്കും ആത്മാവിന് ഇവിടെ ശരീരം കിട്ടുന്നത്. അപ്പോൾ ആത്മാവിന് അതിൽ കംഫർട്ടബിൾ ആണ് അല്ലേ ആ ശരീരത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാണ് ആത്മാവിന് ആ ഗുണങ്ങളിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കുക? അതാണ് ബ്രോ ചോദിച്ചത്. നമ്മൾ ഫ്രീ വിൽ അനുസരിച്ചാണ് നമ്മൾ ഇവിടെ വരുന്നത് ബ്രോ. ആരെങ്കിലും പറയുന്ന വേർഡ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിന് വേറെ രീതിയിൽ എൻജോയ് ചെയ്യണമെന്നായിരിക്കും
ഓക്കെ ആഗ്രഹം. അപ്പോൾ ഏതൊരു പോയിന്റിലാണ് അതിന് ശരിക്കും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ. നമ്മൾ ഗുരുവിൽ നിന്ന് ഭക്തന്മാരൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഏതൊരു പോയിന്റാണ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ, നമ്മൾ ആത്മാവിനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കാനുള്ള കാര്യമാണ് ബ്രോ. നല്ലൊരു ചോദ്യമാണ് ബ്രോ. അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും എൻജോയ് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം നമ്മളകത്ത് എല്ലാവർക്കും ഉള്ളതൊരു കാര്യം തന്നെയാണ്. നമ്മൾ ആ ഒരു ഇൻഡിപെൻഡൻസ് മിസ്യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റിഫോർമേഷൻ പ്ലേസ് ആണ് നമുക്ക് ആക്ച്വലി വന്നിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്കറിയാം, അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എൻജോയ് ചെയ്യണമെന്ന ടെൻഡൻസി നമുക്കുണ്ട് അല്ലേ? പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എത്രത്തോളം സന്തോഷം എനിക്ക് കിട്ടിയുള്ള കാര്യം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാനുള്ള കാര്യമാണ് ആദ്യം. അപ്പോൾ ഞാൻ ഭഗവാനെ മറന്നിട്ട് സന്തോഷിക്കാൻ ശ്രമിച്ച് എനിക്ക് എത്ര സന്തോഷം എനിക്ക് കിട്ടി എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കുക. പിന്നെ നമ്മൾ ഭക്തന്മാരിൽ നിന്ന് കേൾക്കുന്നു, പിന്നെ നമുക്ക് ഗുരുവിൽ നിന്ന് കേൾക്കുന്നു, നമ്മൾ ശ്രീല പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു. അപ്പം ഇവിടെ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ വായിക്കുന്ന കാര്യം നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു എഫേർട്ടാണ് നമ്മൾ സൈഡിൽ നിന്ന് ഇടേണ്ടത്. അപ്പോൾ അവിടെയാണ് നമുക്കൊരു സ്ലാക്ക് വരുന്നത് നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും നമ്മൾ മനസ്സ് പറയുന്നത് നീ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഉള്ള കാര്യം. അപ്പം നമ്മൾ ആ ഇൻ്റലിജൻസിനെ കൺവിൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഇതിനെ പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുന്നത്. ആ കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വീണ്ടും നമ്മൾ മനസ്സ് പറയുന്ന കാര്യങ്ങളിലോട്ട് നമ്മൾ വീണ്ടും പോകുന്നത്. അപ്പം നമുക്ക് എന്താ ചെയ്യുക? അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രീല പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ ഡെയിലി നമ്മളെടുത്ത് വായിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും സമയത്തിൻ്റെ അഭാവം ഉണ്ടാവായിരിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കിപ്പം ജോലി സമയത്താണെങ്കിൽ കൂടി ഒരു 5 മിനിറ്റെങ്കിലും ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് കുറച്ച് നേരമെങ്കിലും വായിക്കും. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഒരു സ്പെസിഫിക് ടൈം കിട്ടിയില്ല, എനിക്ക് ഡെയിലി അരമണിക്കൂർ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ സമയം കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇടയ്ക്ക് കുറച്ച് നേരം എടുത്തെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ വായിച്ച് അല്ലെങ്കിൽ കുറച്ച് ഇടയ്ക്ക് ലെക്ചേഴ്സ് കേൾക്കുന്ന സമയത്ത് നമ്മൾ കോൺഷ്യസ് ആവും, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തെപ്പറ്റി കോൺഷ്യസ് ആവും. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഈ വായിച്ച കാര്യങ്ങൾ നമ്മൾ മറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ അതിനെ നിരന്തരം നമ്മൾ എവിടെയെങ്കിലും നോക്കുന്ന സമയത്ത് കാണുന്ന രീതിയിൽ അതിനെ വെക്കുക. അപ്പോൾ അങ്ങനെ അതിനെ നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇട്ട് അതിനെ നമ്മൾ പ്രവർത്തിച്ചാലേ നമുക്ക് അതിൽ നിന്ന് വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻ്റലിജൻസിനെ കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രഭുപാദിൻ്റെ ബുക്സ് വായിക്കുക. കാരണം അതിലെ എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. പക്ഷെ നമുക്കിത് വായിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇവിടുന്ന് വായിക്കും, പക്ഷെ അത് മറന്നു പോകുന്നുള്ള ഇതാണുള്ളത്. അപ്പോൾ നമ്മളത് ശ്രദ്ധയോടെ വായിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന 1-2 പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യുക. അതിന് ഞാൻ എങ്ങനെ എൻ്റെ ഡെയിലി ലൈഫിൽ അതിനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതെല്ലാവരും നേടുന്നൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഞാൻ കേട്ട കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അത് എത്രത്തോളം ക്ലിയർ ആയെന്ന് എനിക്ക് അറിയില്ല. ഇത് വരാത്തത് അത് നമ്മുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആണ് ബ്രോ. അപ്പോൾ എനിക്ക് ശരിക്കും സബ്റ്റിലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് സന്തോഷിക്കാമെന്നുള്ള ആ ഒരു ബോധം നമ്മളകത്തുണ്ട്, കോൺഷ്യസ് ആണ്. കാരണം ഇത്രയും ജന്മങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ശരീരമാണ് എന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇതുള്ളത്. കാരണം എനിക്ക് ഈ ശരീരം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്ക് സന്തോഷം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്താൽ സന്തോഷം കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു തെറ്റായ ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊരു ഇഗ്നോറൻസ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിനെ നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നോളജ് കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പം നോളജ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ റിയലൈസ്ഡ് ആയിട്ടുള്ള സോഴ്സ് നമ്മൾ കേൾക്കുക, പിന്നെ അതിനെ നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യമാണ്. അപ്പം നമ്മളായിട്ട് ഇത് എൻഡേവർ ചെയ്യാനുള്ള കാര്യമാണ്. അപ്പം നിരന്തരം അതിനുവേണ്ടി നമ്മൾ ഭഗവാനടുത്ത് പ്രാർത്ഥിക്കുക, ബെഗ് ചെയ്യുക. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ട്, എൻ്റെ അകത്ത് ആ ഒരു മൈൻഡിൽ അങ്ങനെ ടെൻഡൻസി ഉണ്ട്. അപ്പം അതിൽ നിന്ന് പുറത്ത് വരണമെന്ന് പ്രാർത്ഥിക്കുക. അതിനായിട്ടുള്ള എഫേർട്സ് നമ്മൾ ഇടുക. അപ്പോൾ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ പ്രാക്ടിക്കലി ആ കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് കാര്യമാണ്. അപ്പോൾ പ്രഭുവിന് ഇൻസ്പിറേഷൻ കിട്ടുന്ന രീതിയിൽ എവിടെ നിന്നെങ്കിലൊക്കെ ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് വേണമല്ലോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിൽ നിന്ന് കുറച്ച് ലെക്ചേഴ്സ് കേൾക്കുകയോ അല്ലെങ്കിൽ എന്താണോ പ്രഭുവിന് ഭക്തിയിലോട്ട് പ്രഭുവിന് അറ്റാച്ച് ചെയ്യുന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രഭു ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് പുറത്തോട്ട് വരാൻ സാധിക്കും. താങ്ക് യു. ഭഗവാന്റെ പക്ഷേ അതില് ഒരു പ്രശ്നം വെച്ചാൽ 2 പ്രശ്നമാണ്. ഒന്ന്, വിശ്വാസം ഇല്ലാത്ത ആളുകളോട് ഇത് പറയാനും പാടില്ല. രണ്ടാമത്, അസൂയുള്ള ആളുകളോട് ഇത് പറയാൻ പാടില്ല. അതെന്താണ് അതിന് കാരണം? ഓക്കെ ബ്രോ, അപ്പോൾ അത് ചോദിച്ച നല്ലൊരു ചോദ്യമാണ്.
കാരണം നമുക്കറിയാം ഇതിൽ 10 അപരാധത്തിൽ 9ാമത്തെ അപരാധത്തിലാണ് അത് വരുന്നത്. അവിശ്വാസി ഒരു വ്യക്തിയോട് നമ്മൾ ഭഗവാന്റെ മഹിമയെപ്പറ്റി പറഞ്ഞു കൊടുക്കുക, നാമത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ പറ്റി കൂടുതൽ അങ്ങനത്തെ ഒരു വ്യക്തിയെടുത്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, നമ്മൾ അദ്ദേഹത്തെ ഭഗവാന്റെ അടുത്തുള്ള ദേഷ്യത്തിന് കൂട്ടാണ് ചെയ്യുന്നത് അല്ലേ. നമ്മളിപ്പം വീണ്ടും ചിലപ്പോൾ നമ്മൾ എന്താ പറയും, ഭഗവാനെ പറ്റി നാമം ജപിക്കുമെന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തി ഭഗവാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു വ്യക്തിയെടുത്ത് നമ്മൾ വീണ്ടും പോയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നീ നാമം ജപിക്കും, ബുക്ക് വായിക്കും. അപ്പോൾ അദ്ദേഹം എന്താ സംഭവിക്കുക വെച്ചാൽ അദ്ദേഹത്തിന് മനസ്സിൽ ഓൾറെഡി ഭഗവാന്റെ അടുത്തൊരു വിദ്വേഷമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ വീണ്ടും ആ വ്യക്തിക്ക് ഭഗവാനെ പറ്റി കേൾക്കാനേ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഭഗവാനെ പറ്റി നാമം ജപിക്കുമെന്നുള്ള കാര്യം പറയുമ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭഗവാനെ പറ്റിയിട്ടുള്ള മോശമായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ ഭഗവാനെ പറ്റി കുറ്റം പറയാനുള്ള ഒരു പ്രവണത നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം വീണ്ടും എന്ത് പറയും, ഭഗവാനില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് നമ്മൾ ഭഗവാനിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി നമ്മൾ ചിന്തിക്കുന്നതാണ് അദ്ദേഹത്തിന് ഭഗവാനടുത്ത് കൊണ്ടുവരാനുള്ള വഴിയാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിഡ്ഢിത്തം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഗ്നോറൻസ് കാരണം അദ്ദേഹം ഭഗവാനെ പറ്റി കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെടുത്ത് നമ്മൾ അതുകൊണ്ടാണ് പറയാതിരിക്കാൻ പറയുന്നത്. കാരണം അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അദ്ദേഹം വീണ്ടും ഭഗവാനിൽ നിന്ന് അകന്നാണ് പോകുന്നത്. കാരണം ഭഗവാനെ പറ്റി കൂടുതൽ അപരാധം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കാനുള്ള ഒരു അവസരം പിന്നെ കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെടുത്ത് നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ അടുത്തൊരു ചോദ്യം വരാം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അങ്ങനത്തെ വ്യക്തിയെടുത്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾക്ക് നമ്മൾ എന്താ കൊടുക്കുക, നമ്മൾ പ്രസാദം അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒരു സ്വീറ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മളായിട്ട് ആ വ്യക്തിയെ കൊണ്ട് ഭഗവാനെ പറ്റി അപരാധം പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ. ഇപ്പോൾ പ്രഭുവിനെ അറിയാം, ആ വ്യക്തിയെടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഭഗവാനെ ആക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഭഗവാനെ പറ്റി കുറ്റം പറയുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹം ഭഗവാനെ പറ്റി കുറ്റം പറഞ്ഞ് നമ്മളും ഭഗവാനെ പറ്റി കുറ്റം കേൾക്കാനുള്ള അവസരം നമ്മളൊരു അവസരം ഇട്ട് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് ഭഗവാനെ പറ്റി കുറ്റം പറയാൻ. അപ്പം നമ്മൾക്കും മോശമാണ്, അദ്ദേഹത്തിനും മോശമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മാറി നിൽക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും നമുക്ക് എന്താ ചെയ്യുക, അപ്പോൾ സിൻസിയറായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് വരണം, അല്ലെങ്കിൽ പ്രഭുവിന് അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് ഭക്തനാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് പ്രസാദം കൊടുക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വല്ല ഫെസ്റ്റിവൽസ് നടക്കുന്ന സമയത്ത് അമ്പലത്തോട് വരാൻ പറയുമ്പോൾ പ്രസാദം കഴിക്കാനുള്ള അവസരം കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അസൂയ ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഭഗവാനടുത്തുള്ള ആ ദേഷ്യം ഉള്ളത് പറഞ്ഞു. അതാണ് എങ്ങനെ തിരിച്ചറിയുന്നതാണ് ബ്രോ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ തിരിച്ചറിയുന്ന പറഞ്ഞപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ അറിയാൻ സാധിക്കുക ഇങ്ങനത്തെ വ്യക്തികളെ പറ്റി. കാരണം നമ്മൾ എന്തെങ്കിലും ഭഗവത്ഗീതയെ പറ്റി നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അവരെന്ത് പറയില്ല, ഭഗവത്ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കാൻ നിൽക്കാതെ ശരി നമ്മൾ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്നിന് തർക്കിച്ച് നമ്മൾ തോൽപ്പിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് സ്ഥലം വിടാനുള്ള കാര്യമാണ്. കാരണം ആ വ്യക്തികളുടെ മനസ്സിൽ ഓൾറെഡി ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, അതാണ് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം. ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, എന്തിനാണ് ഭഗവാനാണ്, കാരണം ഭഗവാൻ സുപ്രീമാണെന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അദ്ദേഹത്തിന് സറണ്ടർ ചെയ്യണമെന്നാണ് അടുത്തൊരു വാക്യം ഭഗവത്ഗീത വരുന്നത്. അപ്പോൾ ഭഗവാനെ ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പോൾ പിന്നെ സറണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനാണ് എൻജോയർ എന്ന തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് എത്ര തവണ എൻജോയ്മെൻറ്റ് ചെയ്യാം ഭഗവാനെ മറന്നിട്ട് ഉള്ള ചിന്ത അദ്ദേഹത്തിന് വരും. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾ നമ്മൾ അങ്ങനെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഭഗവാനെ പറ്റി പറയുമ്പോൾ ഓട്ടോമാറ്റിക് അതിന് ദേഷ്യം വരുന്നതും അല്ലെങ്കിൽ ഭഗവാനെതിരായിട്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതല്ല അർത്ഥം ബ്രോ. അപ്പോൾ നമ്മൾ മാക്സിമം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി പറയാം, അമ്പലത്തിൽ വരും, നാമം ജപിക്കുക കാര്യം പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം പ്ലേസ് സർക്കംസ്റ്റൻസ് അനുസരിച്ച് നമ്മൾ അവിടെ ആക്ട് ചെയ്യാനുള്ള കാര്യമാണ്. श्रील प्रभुपाद की जय, श्रीमद् भगवद गीता की जय. अनाउंसमेंट रथयात्रा പ്രസാദം രഥയാത്ര. ഹരേ കൃഷ്ണ. നമുക്ക് 3 രഥയാത്രകൾ വരുന്നുണ്ട്. ഈ വരുന്ന 6-ാം തീയതി, 7-ാം തീയതി, 13-ാം തീയതി. 6-ാം തീയതി പാറശാലയിൽ വെച്ച്, 7-ാം തീയതി കൊല്ലത്ത്, 13-ാം തീയതി ഇവിടെ തിരുവനന്തപുരത്ത് 3 രഥയാത്രകൾ വരുന്നുണ്ട്. അപ്പം എല്ലാവരും അതിൽ പങ്കെടുക്കണം. പാറശാലയിൽ ഇവിടുന്ന് ബസ് ഏകദേശം 3 മണിയാകുമ്പോൾ പോവും. വൈകിട്ട് 9 മണി 10 മണിയാകുമ്പോൾ തിരിച്ചു വരും. കൊല്ലത്ത് 12:30 ആകുമ്പോഴത്തേന് തൈക്കാടുന്ന് ബസ് പോവും. അതും പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. പിന്നെ നമ്മുടെ ഇവിടെ 13-ാം തീയതി ഉള്ള തിരുവനന്തപുരം യാത്ര ഹനുമാൻ ടെമ്പിളിൽ വെച്ചിട്ടാണ്. അത് വൈകുന്നേരം 3 മണിക്ക് തൊട്ട് പ്രോഗ്രാം തുടങ്ങും. എല്ലാവരും കുറച്ച്
കുറച്ച് നടക്കാനേ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ കുറച്ച് നടക്കാനേ ഉള്ളൂ. എല്ലാവർക്കും വരാൻ, പങ്കെടുക്കാം, സേവനങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പ്രസാദം ഹർ ഗ്രേസ് അമല ലീലേശ്വരി മാജിയാണ് സ്പോൺസർ ചെയ്തത്. മാജിയുടെ സ്പിരിച്വൽ ലൈഫിന് വേണ്ടി നമുക്ക് 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ